ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചോദ്യങ്ങളുമായിട്ടാണ്. അതിനു മുന്നേ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വിന്നർ ആരാണെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. ഈ വീഡിയോയുടെ അവസാനം വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റെ വീഡിയോയുടെ അവസാനമായിട്ട് നമ്മളൊരു ബോണസ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ 2 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വിന്നേഴ്സിന് നമ്മൾ അതിൻ്റെ പ്രൈസ് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത്? ഉത്തരം: മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം: ഗുജറാത്തിലെ പോർബന്ദറിൽ. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം: കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരെന്ത്? ഉത്തരം: പുത്ലിബായി. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്ത്? ഉത്തരം: കസ്തൂർബ ഗാന്ധി. ഗാന്ധിജി വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു? ഉത്തരം: 13 വയസ്സ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം: സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം: രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം: എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥ ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം: ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം: വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം: ഗോപാലകൃഷ്ണ ഗോഖലെ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം: കെ കേളപ്പൻ. അടുത്ത ചോദ്യം: ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? ഉത്തരം: 1920 ഓഗസ്റ്റ് 18. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം: 1901 കൊൽക്കത്ത സമ്മേളനം. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം: സി രാജഗോപാലാചാരി.
ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധി ജനിച്ചത് എന്നാണ്? ഉത്തരം 1869 ഒക്ടോബർ 2. മഹാത്മാഗാന്ധി അന്തരിച്ചത് എന്ന്? ഉത്തരം 1948 ജനുവരി 30. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേരെന്ത്? ഉത്തരം ഉത്തം ചന്ദ് ഗാന്ധി. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു? ഉത്തരം മോനിയ. മോനിയ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓമന പേര്. അടുത്ത ചോദ്യം, ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം കീർത്തി മന്ദിർ. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആര്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? ഉത്തരം മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ ആദ്യത്തെ ബുക്ക് ഏതാണ്? ഉത്തരം ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയത് ഏതു വർഷമാണ്? ഉത്തരം 1888. അടുത്ത ചോദ്യം, ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത്? ഉത്തരം 3 വർഷം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏതു വർഷമാണ്? ഉത്തരം 1893. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് എന്ന്? ഉത്തരം 1915. ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്നും. ടോൾസ്റ്റോയി ഫാം സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ജോഹന്നാസ്ബർഗിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ചൗരി ചൗര സംഭവം. ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്ത്? ഉത്തരം ദണ്ഡിയാത്ര. അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം
ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഗാന്ധിജി വെടിയേറ്റ് വീണ സ്ഥലം ഏത്? ഉത്തരം ബിർള മന്ദിർ. ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്? ഉത്തരം 2338 ദിവസങ്ങൾ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഗാന്ധിജി ദണ്ഡിയാത്ര തുടങ്ങിയത് എന്നായിരുന്നു? ഉത്തരം 1930 മാർച്ച് 12. ഗാന്ധിജിയുടെ കൂടെ ദണ്ഡിയാത്രയിൽ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു? ഉത്തരം 78 പേര്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏത്? ഉത്തരം കൈസർ ഇ ഹിന്ദ്. ഗാന്ധിജി എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചിട്ടുണ്ട്? ഉത്തരം 11 തവണ. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എന്നായിരുന്നു? ഉത്തരം 1908 ജോഹാനസ്ബർഗിൽ. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? ഉത്തരം രണ്ടാമത് വട്ടമേശ സമ്മേളനത്തിൽ. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏതു വർഷമായിരുന്നു? ഉത്തരം 1937. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ്. ആരുടേതായിരുന്നു അത്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധിജി തൻ്റെ നിയമപഠനം നടത്തിയ രാജ്യം ഏത്? ഉത്തരം ഇംഗ്ലണ്ട്. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത ഏത്? ഉത്തരം ND ഗുരുനാഥൻ. സരോജിനി നായിഡുവിനെ ഇന്ത്യൻ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ഗാന്ധിജി. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഉത്തരം 1930. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ആദ്യ പത്രത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. അഹിംസയാണ് എൻ്റെ മതം എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? ഉത്തരം ഡൽഹിയിലെ രാജ്ഘട്ടിൽ. ഓക്കെ, അപ്പം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വിന്നറിനെ സെലക്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ബോണസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആരെന്നായിരുന്നു. അതിൻ്റെ ഉത്തരം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉത്തരം നാഥൂറാം വിനായക് ഗോഡ്സെ എന്നാണ്. സോ നമുക്ക് കമൻറ്റ് പിക്കർ വഴി 2 പേരെ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യാം. വിന്നേഴ്സായിട്ടുള്ള 2 പേർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ കൊടുത്തിട്ടുണ്ടാവും, അതിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്: ഗാന്ധിജി
എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? അപ്പോൾ ഉത്തരം അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ വിൻ ചെയ്യാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ.